നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ പട്യാല ഹൌസ് കോടതിയിൽ എത്തിച്ചു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച തഹാവൂർ റാണയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് NIA കോടതിയിൽ എത്തിച്ചത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം NIA ആസ്ഥാനത്തേക്ക് റാണയെ എത്തിക്കും. കോടതി പരിസരത്തും NIA ആസ്ഥാനത്തും വൻ സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തഹാവൂർ റാണയുടെ പുതിയ ചിത്രം NIA പുറത്തുവിട്ടു. പട്യാല ഹൌസ് കോടതിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജിയും ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, കോടതി നടപടികൾ പൂർത്തിയാക്കിയോ? റിമാൻഡ്, കസ്റ്റഡി അപേക്ഷ തുടങ്ങിയ നടപടിക്രമങ്ങളല്ലേ ഇന്ന് നടക്കുക? ഗൂഗിൾ കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദർജിത് സിംഗിന് മുന്നിലാണ് തഹൂർ റാണയെ ഹാജരാക്കിയിരിക്കുന്നത്. കോടതിക്കുള്ളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് അവധി ദിവസമായും ഈ കേസിന്റെ ഈ പ്രതിയുടെ പ്രാധാന്യം കണക്കിലാക്കി തന്നെയാണ് വൈകിട്ട് 7 മണിയോടുകൂടി ജഡ്ജി അടക്കമുള്ളവർ കോടതിയിൽ എത്തിയത്. NIA സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദർ മാൻ ആണ് പട്യാല ഹൗസ് കോടതിയിൽ NIAക്ക് വേണ്ടി ഹാജരാകുന്നത്. ഒപ്പം തന്നെ മുതിർന്ന അഭിഭാഷകനായ ദയാൻ കൃഷ്ണയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു അഭിഭാഷക സംഘം തന്നെയാണ് NIAക്ക് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത്. അതേസമയം തഹൂർ റാണയ്ക്ക് വേണ്ടിയും അഭിഭാഷകൻ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് NIA ഉന്നയിച്ചിരിക്കുന്നത്. ഈ കോടതിക്കുള്ളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. മറ്റാർക്കും തന്നെ കോടതി വളപ്പിലേക്ക് പോലും പ്രവേശനം നൽകിയിട്ടില്ല. ഈ വാഹന വ്യൂഹം കോടതിയിൽ എത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് കോടതിയുടെ 4 ഗേറ്റുകളും അടയ്ക്കുകയായിരുന്നു. കോടതിക്ക് പുറത്തും കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 30 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം NIA കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു. സാധാരണ നിലയിൽ ഇത്രയും നീണ്ട ഒരു കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടാറില്ല ഏജൻസികൾ. എങ്കിലും ഈ കേസിന്റെ പ്രാധാന്യം, ഒപ്പം തന്നെ തഹൂർ റാണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് 1 മാസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 15 ദിവസം ലഭിച്ചാൽ പോലും തൃപ്തികരം എന്ന ഒരു നിലപാട് NIAക്ക് ഉണ്ട് എന്നാണ് NIAയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതേസമയം പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരിട്ട് പങ്കുണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യയിൽ ഹെഡ്ലിക്കും റാണയ്ക്കും ആഭ്യന്തരമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു. കൂടാതെ ഈ റാണയും ഹെഡ്ലിയും തമ്മിൽ 281 തവണ ഫോണിൽ ബന്ധപ്പെട്ടതായി NIAക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 8 തവണ ഈ ആക്രമണത്തിന് മുമ്പായി റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അത് കുടുംബസമേതമടക്കമുള്ള സന്ദർശനങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചി, ആഗ്ര അടക്കമുള്ള നഗരങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ മുംബൈ കൂടാതെ മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു, അതിനായി സഹായം ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഉത്തരം അത് റാണയ്ക്ക് നൽകാനാകും എന്ന് തന്നെയാണ് NIA കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ റാണയെ നടത്തണം എന്ന ഒരു നിലപാടിലേക്ക് NIA എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് NIA സംഘം. കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ നടപടി പൂർത്തിയാക്കും. NIAയുടെ കസ്റ്റഡിയിൽ റാണയെ വിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശേഷമാണ് റാണയെ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിന്റെ പ്രാധാന്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് കസ്റ്റഡിയിൽ ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് NIAയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും പട്യാല ഹൌസ് കോടതിയിൽ ഇപ്പോൾ തഹാവൂർ റാണയെ ഹാജരാക്കിയിരിക്കുന്നു. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത, ഇന്ന് റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നേരെ NIA ആസ്ഥാനത്തേക്കായിരിക്കും എത്തിക്കുക, അതല്ല ജയിലിലേക്കായിരിക്കുമോ? ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ചോദ്യം ചെയ്യലിന് തയ്യാറെടുത്ത് നിരവധി ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ പല കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാൻ NIAക്ക് അടക്കം തഹാവൂർ റാണയുടെ മറുപടിയായിരിക്കും, അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കായിരിക്കും സൂചന ആകുക. ഏതായാലും ആ ചോദ്യങ്ങളുമായി NIA സംഘം തയ്യാറാണ്.
തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ റാണയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 17 വർഷം അന്വേഷണ സംഘം കാത്തിരുന്നതിനൊടുവിലാണ് പിന്നീട് വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കും ഈ പ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ തന്നെ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ കാര്യങ്ങൾ ഈ പ്രതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഒരു രഹസ്യ സ്വഭാവം അന്വേഷണ സംഘം ഈ കേസിന്റെ ഉടനീളം കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ അത്രത്തോളം സുപ്രധാനപ്പെട്ട കേസാണ്, അത്രത്തോളം വലിയ ഒരു കൊടും കുറ്റവാളിയെ കൂടിയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും പിന്നീട് ആ യാത്ര വൈകുകയും പട്യാല കോടതിയിൽ ഇതാ ഇപ്പോൾ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡൽഹിയിലെ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപും ഇവിടെ ഉദ്യോഗസ്ഥരെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ NIA ആസ്ഥാനത്തിന്റെ ഇരുവശത്തും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും NIA ആസ്ഥാനത്തെത്തി അവരും പരിശോധനകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ NIA ആസ്ഥാനത്തിന് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ റാണയെ ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക എന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഏതാണെങ്കിലും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാകണം. വലിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാവുക. 30 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഈ അജ്മൽ കസബും ഒപ്പം തന്നെ റാണ ഹെറ്റ്ലിങ്ങിനെ 3 പേരിലേക്ക് മാത്രമാണ് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹെറ്റ്ലി നൽകിയിരിക്കുന്ന ചില വിശദാംശങ്ങൾക്കപ്പുറം കൂടുതൽ വിശദാംശങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കുവാതെ അന്വേഷണത്തിന് സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഏതാണെങ്കിലും NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടത്തേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. എന്താണെങ്കിലും ഉദ്യോഗസ്ഥരടക്കം ഈ NIA ആസ്ഥാനത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജയുമാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിലാണ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്ന തഹാവൂറാണ് ഉള്ളത്. അവിടെ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക, എവിടെയാണ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക. അക്കാര്യങ്ങൾ ഒരുപക്ഷെ അങ്ങേയറ്റം രഹസ്യമായിട്ടായിരിക്കാം NIA അന്വേഷണ ഏജൻസികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം 17 വർഷമായി കാത്തിരിക്കുന്ന കുറേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ NIA സംഘം, അന്വേഷണ സംഘം കുറിച്ചു വെച്ചിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് തഹാവൂറാണ് നേരിടുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ നിന്നായിരിക്കാം ഇനി അന്താരാഷ്ട്ര തലത്തിലടക്കം ഇന്ത്യ ഉയർത്തുന്ന, പാകിസ്ഥാനെതിരെ അടക്കം ഉയർത്തുന്ന ആരോപണങ്ങളിൽ അത് നിർണായകമാകും. അത്തരത്തിലുള്ള വിവരങ്ങൾ, ഏറെ നിർണായകമായ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് തഹാവൂറാണയിൽ നിന്ന് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ അയൽവാസി കൊല്ലപ്പെട്ടത് താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥി ആബേൽ. മാള സ്വദേശി ജോജോ കസ്റ്റഡിയിൽ. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഏറെ സങ്കടപ്പെടുത്തുന്ന, അമ്പരപ്പുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയോട് ഈ ക്രൂരത കാണിച്ചത്? ഗൂഗിൾ, ഈ പ്രതിയായ ജോജോ ഈ 6 വയസ്സുകാരന്റെ വീടിന് തൊട്ട് സമീപത്ത് താമസിക്കുന്നതാണ്. മുൻപ് ഈ കുട്ടിയുമായോ അല്ലെങ്കിൽ കുടുംബവുമായോ അത്ര വലിയ പ്രശ്നങ്ങളുള്ള ആളല്ല നിലവിൽ കസ്റ്റഡിയിലുള്ള ജോജോ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടി വീട്ടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ജോജോ ഈ കുട്ടിയെ സമീപിക്കുകയും ലൈംഗികമായി മോശം ഭാഷയിൽ സംസാരിക്കുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ബലമായി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് ഈ ജോജോയെ തന്നെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരമാണ്. എന്നാൽ ഈ ബലപ്രയോഗത്തെ കുട്ടി എതിർക്കുകയും വീട്ടിൽ അമ്മയോട് ഈ കാര്യം പറയും എന്ന് ജോജോയോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഈ കുട്ടിയെ അവിടെ നിന്ന് ഓടിക്കുകയും ഈ ഓടിയ വഴി സമീപത്തുണ്ടായിരുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് നിലവിൽ ജോജോ പറഞ്ഞിരിക്കുന്ന മൊഴി. ഇതിനു മുൻപ് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ കുട്ടി അസഭ്യം വിളിച്ചു. അതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നുള്ളതായിരുന്നു മൊഴി. പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തതിനിടെയാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ വിവരം ജോജോ തന്നെ പോലീസിനോട് പറയുന്നത്. അത്ര നല്ല പശ്ചാത്തലമുള്ള ആളല്ല ജോജോ എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് 3 മാസത്തോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞതാണ്. ഈ ബൈക്ക് മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജോജോ എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അയാളെ ഇപ്പോഴും കസ്റ്റഡിയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും ഉദ്ദേശം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ, മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്. തൃശൂർ റൂറൽ SP നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ 6 വയസ്സുകാരന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഗൂഗിൾ.
അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന്റെ ഒരു പ്രതികരണവും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഇതൊരു വൈകിട്ട് ഒരു 6:30 കൂടിയിട്ടാണ് കൊച്ചു മിസ്സായ കാര്യം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസിനെ ഞാൻ അറിയിച്ചു. ഞാനും പോലീസ് സംഘവും കൂടിയാണ് ഒന്നിച്ച് ചെന്നത്. അപ്പോൾ ഈ പ്രതി ഞങ്ങൾക്കൊപ്പം തന്നെ ഇത് കുട്ടീനെ അന്വേഷിച്ച് കൊടുക്കാൻ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പെരുമാറ്റത്തിലുള്ള സംശയം കൊണ്ടാണ് ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതും പോലീസ് ഇവനെ ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ നിർബന്ധിച്ചതും. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു പോലീസ് കൊച്ചു കുളത്തിൽ വീഴുന്നതായിട്ട് കണ്ടുവന്നാണ് ആദ്യം പറഞ്ഞത്. ആ കുളത്തിൽ തപ്പിയപ്പോൾ തന്നെ ബോഡി കിട്ടി. ബോഡി ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തന്നെ നേരെ ഇപ്പോൾ ഉണ്ടായി മറിയന്ദ്രാസ് ഹോസ്പിറ്റലിലെ മർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പേരിൽ ഒട്ടനവധി 1-2 കളവ് കേസിലെ പ്രതിയാണ് അവൻ. പിന്നെ അവൻ്റെ മോറൽ ഓഫ് സ്വഭാവം അത്ര ശരിയല്ലാത്തൊരുത്തനാണ്. 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പ്രതിയുടെ ദൃശ്യമാണ്. ജോജോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കുട്ടി കാണാതായി വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസും ജനപ്രതിനിധികളും അടക്കം തെരച്ചിലിനിറങ്ങിയപ്പോൾ അവർക്കൊപ്പം കൂടിയിരുന്നു ഈ ജോജോ എന്ന് കൂടിയാണ് ഇപ്പോൾ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞത്. പിന്നീടുള്ള സംശയത്തെ തുടർന്നാണ് ഈ ജോജോയെ കസ്റ്റഡിയിലെടുക്കുന്നതും വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ ക്രൂരത പുറത്തു വരികയും ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആലപ്പുഴ കടപ്പുറത്തെ കടകൾ അടച്ചിടാൻ പോലീസ് നിർദ്ദേശം. 84 കടകൾ അടച്ചിടാനാണ് ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയത്. നാളെ KPMS സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തുന്നത്. മനീഷ് മഹിബാലുണ്ട് വിശദാംശങ്ങളുമായി. ഏതായാലും നാളെ KPMS സംസ്ഥാന സമ്മേളനത്തിന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ആലപ്പുഴ കടപ്പുറത്തെ 84 കടകൾ അടച്ചിടാൻ പോലീസിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. മാസപ്പടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ED എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. വീണ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കാനാണ് ED തീരുമാനം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ CMRL മാസപ്പടി കേസിൽ SFIO പ്രതി ചേർത്തവരിൽ മാത്രം ഒതുങ്ങില്ല ED അന്വേഷണമെന്നാണ് പുറത്തുവരുന്ന വിവരം. വീണ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കും. CMRL മാസപ്പടി ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ ഇടപാടുകളാകും പരിശോധിക്കുക. രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം കുറ്റകൃത്യത്തിലൂടെ ലഭിച്ചതിന്റെ പങ്കായാൽ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് ED അവകാശവാദം. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ED എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. അഡ്വക്കേറ്റ് MJ സന്തോഷ് മുഖേനയാണ് അപേക്ഷ നൽകിയത്. ED ഡെപ്യൂട്ടി ഡയറക്ടർ സിനി IRSന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് 4-നാണ് കേസിന്റെ അന്വേഷണ ചുമതല. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ കേസിൽ ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം വിനിയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നിയമത്തിലെ 13-ാം വകുപ്പ് ഉപയോഗിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാകണം. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒഴിഞ്ഞു മാറരുത്. എഴുതിത്തള്ളേണ്ടത് വലിയ തുകയല്ലെന്ന് ബാങ്കുകളെ ഓർമ്മിപ്പിച്ച ഹൈക്കോടതി കേരള ബാങ്ക് 4.98 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയതും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ ക്ഷേമരാഷ്ട്രത്തിലെ ഭരണനിർവഹണ ചുമതല നിർവഹിക്കുമെന്ന് കരുതുന്നതായും ജീവിതവും വരുമാനവും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇതിനിടെ ബാങ്ക് വായ്പ സംബന്ധിച്ച കേന്ദ്ര നിലപാടിനെതിരെ റവന്യൂ മന്ത്രി K. രാജൻ രംഗത്തെത്തി. നാട്ടിലൊക്കെ പറയും നട്ടാൽ കിളിർക്കാത്ത നുണ പറയുക എന്ന് പറയുന്നത് പോലെ കേരളത്തെ ഒരു വിധത്തിലും മുന്നോട്ട് നയിക്കാൻ അനുവദിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടി വീണ്ടും ചൂരൽമലയിലെ ജനങ്ങളുടെ തലയ്ക്ക് മീതെ ഒരു പേമാരി പോലെ പെയ്ത അനുഭവമാണിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ കോടതിയുടെ അകത്ത് പ്രഖ്യാപിച്ചത്. അതേസമയം മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് ബാങ്ക് വായ്പ എഴുതിത്തള്ളേണ്ടെന്ന തീരുമാനമെടുത്തതെന്ന കേന്ദ്ര സർക്കാർ വാദവും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്ത 2 SLBC യോഗത്തിന്റെയും മിനിറ്റ്സുകൾ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു.
ലഹരിക്കെതിരെ SKN നടത്തുന്ന യാത്ര എടരിക്കോട് സ്കൂളിലെത്തിയപ്പോൾ കണ്ടത് ബോധവൽക്കരണ കലാപരിപാടികൾ. എടരിക്കോട് PKMM HSSലാണ് ഇന്ന് വൈകിട്ടോടെ യാത്രയെത്തിയത്. അവധിക്കാലം മറന്ന് നിരവധി കുട്ടികളും രക്ഷിതാക്കളും ലഹരിക്കെതിരെ കൈകോർത്തു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN 40 തുടരുകയാണ്. ഇത് നമ്മൾ എടരിക്കോട് വന്നിരിക്കുക. എടരിക്കോട് PKMHS ആണിത്. ഈ PKMHSന്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ SLC എഴുതിയതും ഇവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം അത്തരം ഒരു സ്കൂളുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും SLC ഫുൾ A+ വാങ്ങി പാസ്സായി വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള +2 ബാച്ച് ഞങ്ങൾക്കില്ല. എത്ര സ്ട്രെങ്ത് ഇവിടെ കുട്ടികൾ ടോട്ടൽ കുട്ടികൾ സ്കൂളിൽ? 7000-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിൻസിപ്പൽ ഇവിടെ ഞങ്ങളുടെ മാനേജർ. നമസ്കാരം സാർ. ഞങ്ങളുടെ പേര്? ഞാൻ മുഹമ്മദ് സാർ. ഞങ്ങളുടെ സുധീഷ്, ഇത് ഞങ്ങളുടെ മാനേജറാണ്. അല്ല, ഈ നമ്മുടെ ഇത്രയും വലിയ സ്ട്രെങ്ത് വേറെ സ്കൂളിലും കേരളത്തിലില്ല, ഏഷ്യയിലില്ല. പൊതുമേഖലയിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്കൂളാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്കൂളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അരുത് അക്രമം, അരുത് ലഹരി എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 24 ചാനൽ അതിന്റെ നായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട SKN ചാനൽ പ്രവർത്തകന് ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ കാലിക പ്രസക്തമായ മുദ്രാവാക്യം അതിന്റെ വിപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട SKN എല്ലാവിധ ആദരവോടും കൂടിയിട്ട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു ചെറിയ പ്രശ്നമല്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഇത് നിസ്സാര പ്രശ്നമല്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കൂൾ വരാന്തകളിലൂടെ നടക്കുമ്പോഴോ നിങ്ങളുടെ ഈ സ്കൂളിലേക്ക് കയറുന്ന ഇടവഴികളിലും ഒക്കെ തന്നെ ഈ നരാധമന്മാർ, ഈ നെറികെട്ടവന്മാർ കാത്തു നിൽക്കുന്നുണ്ടാകും. ചെറിയ മിഠായി തരാം, കൂടെന്ന് പറഞ്ഞ ചില മിഠായിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ലഹരി മിക്സ് ചെയ്ത ചില മിഠായികൾ കേരളത്തിലെ പല ജില്ലകളിലും ഞങ്ങളത് കണ്ടു. ഞങ്ങളൊരു അമ്പരപ്പോടെ ഓർക്കുകയായിരുന്നു. ആർത്തിമൂത്ത് വട്ടായ കുറെ കക്ഷികൾ പണമുണ്ടാക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കുരുന്നുകളെ കുരുതി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണുമായി പാറിപ്പറന്നുവോ അക്ഷരത്തെ മഴ ഒഴിക്കുന്ന കുരുന്നുകളെ കരൾ കൊത്തി വലിക്കാനായി റാഞ്ചിയെടുക്കുമോ? ഇനി രാതി പറന്നെത്തുമോ വിദ്യാലയങ്ങൾക്കും മീതെ? ഈ നഗരത്തിന് ഇതെന്തു പറ്റി? മയക്കുമരുന്നിന്റെ ഉപയോഗം ആതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഗുരുവിനെ പിടികൂടാൻ മാഫിയ കരുങ്ങിന് കൊണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടിച്ചടിയുടെ വിരുന്നൊരുങ്ങുകയാണ്. ഞങ്ങൾ കണ്ട കാഴ്ചകൾ, ഈ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട കാഴ്ചകൾ വാർത്താമുറിയിൽ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ്, എത്രയോ വലിയ ഗ്രാവിറ്റിയിൽ ഭീകരമാണ് എന്നതിന് ഞെട്ടൽ ഞങ്ങൾ മറച്ചു. ആ ക്ലസ്റ്റിൽ കയറി കൺഫ്യൂഷൻ ഉണ്ടാക്കി കൂടുതൽ സെറാട്ടോൺ ഉൽപ്പാദിപ്പിച്ച് ജീവിതം മുടിച്ചു കളയുന്നൊരു പരിപാടി. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്കിനി ഈ മണ്ണിൽ വേണ്ട. ഞങ്ങൾ ഇതിനേക്കാൾ വലിയ വേട്ടക്കാരെ കണ്ടവരാണ്. ഇത് കേരളഗാന്ധി കേളപ്പന്റെ പിന്മുറക്കാരാണ്, ഇത് വാര്യംകുന്നന്റെ പിന്മുറക്കാരാണ്, ഇത് മലപ്പുറം ശ്രോതാക്കളുടെ പിന്മുറക്കാരാണ്, ഇത് ആലി മുസ്ലിയാറിന്റെ പിന്മുറക്കാരാണ്. ആ ബ്രിട്ടീഷുകാരെ തുരത്തിയ ഞങ്ങൾക്ക് നിങ്ങളൊരു ഇരയല്ല. അതുകൊണ്ട് കടക്ക് പുറത്ത് ഇന്ന് നമ്മൾ വരുന്ന 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. അവരുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ, അവരുടെ കാലൊന്ന് ഇടറിയാൽ, കണ്ണൊന്ന് തെറ്റിയാൽ, മുഖമൊന്ന് കറുത്താൽ, കണ്ണൊന്ന് കലങ്ങിയാൽ തിരിച്ചറിയാൻ കഴിയുന്നത് ഈ അധ്യാപകർക്കാണ്. അതിനവർക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു മക്കളെയും ഏതെങ്കിലും ഒരു രാസലഹരിക്കാരനോ ഏതെങ്കിലും ഒരു അധാർമിക ശക്തിയോ കൊത്തിക്കൊണ്ടു പോകില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്.
പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ മഴക്കെടുതിയിൽ മരണം 22ആയി. ഇടിമിന്നലേറ്റും നിരവധി പേർ മരിച്ചിട്ടുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, എപ്പോഴാണ് ഈ അതിശക്തമായ മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായത്? വിവരങ്ങൾ. മുതൽ അതിശക്തമായ മഴയാണ് ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലായി അനുഭവപ്പെട്ടത്. വിവിധ ഇടങ്ങളിലായിട്ടുള്ള മഴക്കെടുതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ 22 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 22 ആളുകൾ മരിക്കുന്നതിന് ഇടയാക്കി. മാത്രമേ ഇടിമിന്നലേറ്റും മരണം ഈ കൂട്ടത്തിൽ ഈ കണക്കുകളിൽ ഉൾപ്പെടുന്നു എന്നതാണ്. മാത്രമല്ല 45 മൃഗങ്ങൾ ചത്തതായുള്ള കണക്കും സംസ്ഥാന ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നു. 15ഓളം വീടുകൾ ഈ മഴയുമായി ബന്ധപ്പെട്ട മഴക്കെടുതിയിൽ നാശനഷ്ടം സംഭവിക്കുകയുണ്ടായി. ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ 4 ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ ധനസഹായമായി അവരുടെ കുടുംബങ്ങൾക്കായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുൻകരുതൽ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. എന്തായാലും 22 മരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത്, ഈ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് മഴക്കെടുതി മൂലം ഉണ്ടായിരിക്കുന്നത്. ശരി, അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിൽ മഴക്കെടുതിയിൽ 22 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.